ഹലോ, അസ്സലാമു അലൈക്കും. കുട്ടികളെ, ഇന്ന് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള കാരണം നമ്മളെ പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ട ചില നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റീമൈൻഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയി നിങ്ങളിലേക്ക് വരാനുള്ള കാരണം. അപ്പോൾ ആദ്യമായി പ്രാക്ടിക്കൽ എക്സാമിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫയൽ എങ്ങനെ സേവ് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഫയൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അതിനായി രണ്ട് ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫയൽ സേവ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, ഈ ഫയൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശേഷം സേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയാണ് ഫയൽ സേവ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഡോക്യുമെൻറ്റ്സിലാണ് നമ്മൾ ഫയൽ സാധാരണ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു ഫോൾഡർ ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നേരെ ന്യൂ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ ക്ലാസിൻ്റെ പേരിലാണ് ഓരോരോ ഫോൾഡർ ഉണ്ടാവുക. അപ്പോൾ ക്ലാസിൻ്റെ ഫോൾഡർ 6A എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ശേഷം ഡബിൾ ക്ലിക്ക് കൊടുത്തതിന് ശേഷം ഈ നമ്മളിപ്പോൾ സേവ് ചെയ്യാൻ പോകുന്ന ആ ഫയലിന് എന്ത് ചെയ്യണം, വേറൊരു പേര് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യുന്നു, മാർക്ക് ലിസ്റ്റ് എന്ന ഒരു പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സേവ് കൊടുക്കുന്നു. അതോടുകൂടെ ആ ഫയൽ എവിടെ കാണാം, നമുക്ക് ഈ 6A ഡോക്യുമെൻറ്റ്സിൽ 6A എന്ന ഫോൾഡറിൽ മാർക്ക് ലിസ്റ്റ് എന്ന രീതിയിൽ ഫയൽ കാണാം. ഓക്കെ ആയല്ലോ. അപ്പോൾ ഫയൽ എങ്ങനെ സേവ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, യെസ്. അപ്പോൾ അതവിടെ ക്ലോസ് ആയി. ഇനി ശേഷം അതേ വിൻഡോയിൽ എക്സൽ തന്നെ, അഥവാ നമ്മുടെ ഉബുണ്ടുവിലെ സ്പ്രെഡ്ഷീറ്റ് എന്ന സോഫ്റ്റ്വെയർ വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ശേഷം പുതിയൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്തു. ശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഇവിടെ റീസെൻറ്റിൽ ഇവിടെ കണ്ടോ, ഓപ്പൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നേരത്തെ നമ്മൾ കുറച്ച് മുമ്പൊക്കെ ചെയ്തു വെച്ച ഈ സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ചെയ്തു വെച്ച ഡാറ്റാസൊക്കെ ഫയൽസൊക്കെ നമുക്ക് കാണാം. ഇതാണ് ഇന്ന് ഓപ്പൺ ചെയ്തു വെച്ച ഡാറ്റകൾ. ഇതിൻ്റെ മുമ്പ് കുറേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു ഡാറ്റയിലേക്കാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ കഴിയും. നെക്സ്റ്റ് തിങ്, അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യാനും പഠിച്ചു, പിന്നെ ഫയൽ സേവ് ചെയ്യാനും നമ്മൾ പഠിച്ചു. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മളിവിടെ സേവ് കൊടുത്ത ശേഷം ഇവിടെ ഫയൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പേര് കൊടുത്തിരുന്നു. ആ പേരെന്തായിരിക്കണം, നിങ്ങളുടെ അഡ്മിഷൻ നമ്പറിലായിരിക്കണം. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളെ അഡ്മിഷൻ നമ്പറിലായിരിക്കണം നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സ്പ്രെഡ്ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് എങ്ങനെയാണ് മാർക്ക് ടോട്ടൽ കാണാം എന്നുള്ളൊരു വീഡിയോ എങ്ങനെയാണ് കാണാം എന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, യെസ്. അതിന് നമ്മൾ സം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഏതൊക്കെ ഡാറ്റകളാണ് നമുക്ക് ടോട്ടൽ കാണേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ആ സെലക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മാർക്ക് 213 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ഫുൾ എല്ലാ 5 സ്റ്റുഡൻസിൻ്റെയും ടോട്ടൽ മാർക്ക് നമുക്കിവിടെ കിട്ടി. ഇനി നെക്സ്റ്റ് തിങ്, നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒരു ഗ്രാഫ് പാറ്റേണിലേക്ക് മാറ്റണം. അതിന് ഇൻസേർട്ട് എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ വ്യത്യസ്തമായ ഗ്രാഫുകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ എവിടെ ഉണ്ടാകും, നമ്മുടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് എക്സൽ ഷീറ്റാണ്. നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാകുന്നത് ഉബുണ്ടു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഉബുണ്ടു സോഫ്റ്റ്വെയറും വിൻഡോസ് സോഫ്റ്റ്വെയറും ചിലപ്പോൾ തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഏകദേശമൊക്കെ എന്താണ്, സിമിലാരിറ്റീസ് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ, ഈ ഗ്രാഫ് വ്യത്യസ്ത പാറ്റേണിലുള്ള സ്റ്റൈലിലുള്ള ഗ്രാഫുകൾ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ നമ്മൾ സാധാ കാണുന്ന പോലെയുള്ള ഗ്രാഫ് ഇവിടെ സെലക്ട് ചെയ്തു. അപ്പം ഗ്രാഫ് എന്ത് ചെയ്തു കിട്ടി, കുട്ടിയുടെ പേര്, പിന്നെ ഓരോ സബ്ജക്റ്റിന് കിട്ടിയത് മാർക്ക്.
അപ്പോൾ ഗ്രാഫ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഇപ്പം പറഞ്ഞതുപോലെ തന്നെയാണ് ഏകദേശം എല്ലാ സോഫ്റ്റ്വെയറിലും നമുക്ക് സേവ് ചെയ്യാൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഉപയോഗിച്ചത് എക്സൽ ഷീറ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേർഡ് ഫയൽ ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ വേർഡ് ഫയൽ ഉപയോഗിക്കുന്നതിന് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു. നേരത്തെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ സേവ് എടുക്കുന്നു, പിന്നെ മൈ കമ്പ്യൂട്ടറിൽ ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നു. ഡോക്യുമെൻറ്റ്സിൽ ഒരു ഫയൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങൾ ക്ലാസ്സിൻ്റെ ഒരു ഫോൾഡർ ഇല്ലെങ്കിൽ നമ്മളുടെ മേൽഭാഗത്തായിട്ട് റൈറ്റ് ഭാഗത്ത് ക്രിയേറ്റ് ന്യൂ ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ഈ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഫയലിന് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ നമ്പറാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അഡ്മിഷൻ നമ്പർ 2834 അഡ്മിഷൻ നമ്പർ. അപ്പോൾ ആ അഡ്മിഷൻ കൊടുക്കുന്നു. 6th A സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി അത് ഓപ്പൺ ചെയ്യാനും നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്താണ്, ഓപ്പൺ ചെയ്യാനേ ഉള്ളൂ. ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു, പിന്നെ ബ്രോസ്, എന്നിട്ട് എവിടെയാണോ ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ വീണ്ടും നമ്മൾ പോകുന്നു. അപ്പോൾ മൈ PC-യിൽ ഡോക്യുമെൻറ്റ്സിലാണ് എന്ത് ചെയ്യുന്നുള്ളത്, സേവ് ചെയ്ത് വെച്ചത്. അപ്പോൾ അവിടെ കാണാം കേട്ടോ. അപ്പോൾ ആ ഫയൽ വീണ്ടും ഓപ്പണായി വരുന്നത് കാണാം. ഓക്കെ.